നവീൻ ബാബുവിന്റെ മരണം ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാണ്. അത് ആത്മഹത്യ എന്ന രൂപത്തിൽ മാറ്റി ആരെയോ രക്ഷിക്കാൻ CPM ശ്രമിക്കുന്നു എന്ന സംശയം വ്യാപകമായുണ്ട്. അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ എന്തിന് അവിടെ ചെന്നു, ആ യോഗത്തിൽ ചെന്നു, അദ്ദേഹത്തിന്റെ യാത്രയപ്പ് യോഗത്തിൽ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു പണിയില്ല, അവിടെ അദ്ദേഹത്തെ അവരാരും വിളിച്ചിട്ടുമില്ല. അവിടെ ചെന്ന് ഇദ്ദേഹത്തെ കുത്തി 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 വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം നടത്തി. വേറെ ഒരിക്കലും ഇല്ലാത്ത തരത്തിലൊരു ഒരു ജില്ലാ ചാനൽ അത് റെക്കോർഡ് ചെയ്യുന്നു. ഒരു ADMന്റെ യാത്രയപ്പ് കളക്ടറെയൊന്നുമല്ലല്ലോ, ഇത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ലോക്കൽ ചാനൽ. എന്നിട്ട് അതിന്റെ കോപ്പിയൊക്കെ അയച്ചു കൊടുത്തൊന്നുമില്ലോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പേരിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് കഥ. ഇതും സാഹചര്യങ്ങളുമായി യോജിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ നവീൻ ബാബുവിന് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം അന്ന് രാത്രി ഉദ്യോഗത്തിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ എന്തായാലും ഇവിടുത്തെ കാര്യം കഴിഞ്ഞല്ലോ, ഇവരെ പേടിക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന് ഇനി പത്തനംതിട്ടയ്ക്ക് പോകും, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ. നേരത്തെ അറിയാൻ കുറച്ചു കാലമേ ഉള്ളൂ, അവിടെ സ്വസ്ഥമായി ജീവിക്കാം. അതുകൊണ്ട് ഈ അമ്മ പറയുന്നത് കേട്ടു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങനെ മനസ്സുരുക്കി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞാൻ കരുതുന്നതിനുള്ള ഒരു പ്രധാന കാരണം, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു നോക്കിയ ആരും അറിയിക്കണ്ട. അദ്ദേഹം തൻ്റെ ഭാര്യയും മക്കളെയും ഒരു കാര്യം വിളിച്ചറിയിക്കുമായിരുന്നു, ആത്മഹത്യ ചെയ്യുന്നല്ല. രാവിലെ 4 മണിക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭാര്യയും 2 പെൺമക്കളും വന്ന് കാത്തു നിൽക്കും എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് ട്രെയിൻ പോയാൽ അത് അദ്ദേഹം പറയുമായിരുന്നല്ലോ, നിങ്ങൾ കാത്തു നിൽക്കണ്ടെന്ന്, നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അത് മരിക്കും എന്നുള്ളത് കൊണ്ടല്ല, എനിക്ക് ആ ട്രെയിന് വരാൻ കഴിയില്ല, ഞാൻ മറ്റൊരു ട്രെയിനാണ് വരുന്നത്, ട്രെയിൻ തീരുമാനിക്കുമ്പോൾ വിളിച്ചറിയിക്കാം, നിങ്ങൾ രാത്രി കാത്തു നിൽക്കണ്ട. അത്രയെങ്കിലും പറയാനുള്ള സാമാന്യ ബുദ്ധി ഇദ്ദേഹത്തിന് ഉണ്ടാവില്ല, 2 പെൺമക്കളെയും ഭാര്യയും ഈ രാത്രി അവിടെ കൊണ്ടു നിർത്താൻ. മൂന്നാമത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവിട്ടു എന്ന് പറയുന്നത് ഡ്രൈവറാണ് റെയിൽവേ സ്റ്റേഷനിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം ഓട്ടോ പിടിച്ചു എന്തായാലും തിരിച്ച് മുറിയിൽ വന്ന് ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ തിരക്കഥ. ശരി, പിന്നെ നമ്മൾ കാണുന്നത് എന്താ? പിറ്റേന്ന് രാവിലെ ഡ്രൈവർ ഇയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു, നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്തിനാ ഡ്രൈവർ പോയി എന്നുള്ളത് തന്നെ ഒന്നാമത്തെ ചോദ്യം. ചെല്ലുമ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. ഇന്നലെ രാത്രി താൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ അയാളുടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുവെങ്കിൽ 2 കാര്യത്തിൽ ആലോചിക്കും. അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വാതിൽ പൂട്ടാൻ മറന്നുപോയിണ്ടാവാം. ഒരു ഡ്രൈവറായ ഒരു ഉദ്യോഗസ്ഥന് അകത്ത് കയറി നോക്കാലോ, സാർ എന്താണ് വാതിൽ തുറന്നു കിടക്കണേ, സാർ എന്താ ഇന്നലെ രാത്രി പോയില്ലേ? ഒരു ഡ്രൈവർ സാറിന് അങ്ങനെ ചോദിക്കില്ലേ? പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യ കുടുംബമൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു പേടി മേടിക്കണ്ട, അപ്പൊ നേരെ കയറി ചെല്ലാം. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഡ്രൈവർക്ക്. പക്ഷേ ആ ഡ്രൈവർ അകത്ത് കയറുന്നില്ല, അയാൾ പുറത്തു നിൽക്കുന്നു. എന്നിട്ട് അയാൾ ഗൺമാനെ വിളിക്കുന്നു, നാട്ടുകാരെ വിളിക്കുന്നു. തുറന്നു കിടക്കുന്ന വാതില, പൂട്ടിക്കിടക്കുന്ന വാതിലാണെങ്കിൽ ഞാൻ കുറേയും കൂടി സമ്മതിച്ചേനെ. വാതിൽ പൂട്ടിക്കിടക്കുന്നു, അകത്തുനിന്ന് പൂട്ടിയേക്കാണ്. ഇതങ്ങനെയല്ല, വാതിൽ തുറന്നു കിടക്കുകയാണ്. ലോകത്തിൽ ആരെങ്കിലും വാതിൽ തുറന്നിട്ട് ആത്മഹത്യ ചെയ്യും? എനിക്കറിയില്ല. ഇയാൾ എന്തുകൊണ്ട് അകത്ത് കയറാതിരുന്നത്? അപ്പൊ ഇയാൾക്ക് എന്തോ സംശയമുണ്ട്, ഇയാൾ ഇതിലെന്തോ പങ്കുണ്ട്. ഗൺമാൻ വന്ന് നോക്കുന്നു, അയാൾ ആത്മഹത്യ എന്ന് പറയും. അത് കഴിഞ്ഞ് ഇദ്ദേഹം കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞു. കുടുംബം വളരെ വേദനയോടുകൂടി പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും ബ്രദറിലോയും അനിയനും ഒക്കെ ഉണ്ടെന്നു, അതിലെ വക്കീലൊക്കെ ഉണ്ട്. അവർ വിളിച്ചൊരു കാര്യം പറയുന്നു, പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരെത്താൻ അത്ര നേരല്ലേ വേണ്ടു, ഞങ്ങൾ വരുന്നവരെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, വന്നിട്ട് വേണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. പക്ഷേ സാധാരണ ഇപ്പൊ നമ്മളാരെങ്കിലുമൊക്കെ എങ്കിലും അപകട മരണം ഉണ്ടായാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാൻ മണിക്കൂറുകൾ, മാസങ്ങൾ, ദിവസങ്ങൾ തന്നെ താമസിക്കും. പക്ഷേ ഉടനെ വളരെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം സംഘടിപ്പിക്കും, വളരെ പെട്ടെന്ന്. ഇതറിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂർ എത്താൻ വേണ്ടി 4-5 മണിക്കൂറിനകം, 4-5 മണിക്കൂർ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്താൽ എന്താ കുഴപ്പം? ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് CPMന് സർവാധിപത്യമുള്ള പയ്യന്നൂർ ഇവിടെ മെഡിക്കൽ കോളേജിലാണ്, കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ്. അവിടെ CPM ആയിരുന്നു ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്നത്, അവിടെ ഭരിക്കുന്നത്, ഇപ്പോഴും ഭരിക്കുന്നത് അവരുടെ ആളുകളാണ് അതിലുള്ളത്.
ഡോക്ടർമാരാണ് അതിലുള്ളത്. ഈ സമയത്ത് മുഴുവൻ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പാറ പോലെ ഉറച്ച് ഇതിന്റെ കൂടെ നിൽക്കുന്നു. ഇവർ വരുമ്പോഴേക്കും ഇൻക്വസ്റ്റ് കഴിഞ്ഞ് വന്ന് പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞു. ബോഡി കൊണ്ടുപോകാൻ വേണ്ടി എംബാം ചെയ്തു വെച്ച മാതിരി റെഡിയായി. സമയം വൈകരുതല്ലോ കൊണ്ടുപോകാൻ എന്നാണ്. അപ്പൊ തന്നെ സംശയമുണ്ട്. പക്ഷെ ഈ സംശയങ്ങളൊന്നും ഇവർ പറയാതിരുന്നതിന് കാരണം അവരും പാർട്ടി കുടുംബമാണ് എന്നുള്ളതാണ്. നവീൻ ബാബു, ഭാര്യയും അവരുടെ കുടുംബങ്ങളൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയമുള്ളവരാണ്, പാർട്ടി കുടുംബമാണ്. അതുകൊണ്ട് പാർട്ടിക്കാരാണല്ലോ ചെയ്യണേ, സ്വാഭാവികമായും അത് പാർട്ടി നമുക്ക് അനുകൂലമായല്ലേ ചെയ്യൂ എന്ന് വിചാരിച്ചിരിക്കാം. പത്തനംതിട്ട പാർട്ടി ഇന്നലെ വരെ പത്തനംതിട്ടയിലെ പാർട്ടി പറഞ്ഞത് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്. ഇന്നലെ പത്തനംതിട്ടയിലെ പാർട്ടിക്ക് സംശയമൊക്കെ തീർന്നു. അത് ആത്മഹത്യ തന്നെയാണ് എന്ന് പത്തനംതിട്ട പാർട്ടി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. ഹർഷവർദ്ധൻ എങ്ങനെ അദ്ദേഹത്തിന് ഇന്നലെ മനസ്സിലായെന്നറിയില്ല, മുമ്പ് സംശയമുണ്ടെന്ന് പറഞ്ഞ ആളെ എനിക്കറിയില്ല. ഏതായാലും ഈ ശവശരീരത്തോടുകൂടി, മൃതശരീരത്തോടുകൂടി MV ജയരാജൻ അവിടെ പോയി ഇതിന്റെ പോസ്റ്റ്മോർട്ടം മറ്റേ സംസ്കാര നടപടികൾ മുഴുവൻ പൂർത്തിയാവുന്നത് വരെ കണ്ടു നിൽക്കുന്നു. ഇനിയൊരു പോസ്റ്റ്മോർട്ടം സാധ്യമല്ല എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം തിരിച്ചു പോരുന്നു. സംശയങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും സംശയങ്ങളുണ്ട്. ഇതിലൊരു ഒരു യഥാർത്ഥത്തിൽ പ്രതിയാവേണ്ട ഒരാളുണ്ടല്ലോ, പ്രശാന്തൻ എന്നൊക്കെ പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന് പല ഇനീഷ്യലുണ്ട്. ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഇദ്ദേഹം മരിച്ച അന്ന് പെട്ടെന്ന് ഒരു പരാതി, ഇദ്ദേഹത്തിന്റെ പരാതി മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുന്നു എന്നാണ് കഥ. ആ പരാതിയിൽ ഇനീഷ്യൽ മാറ്റം, ഒപ്പ് വേറെ. അപ്പൊ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പരാതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ തലേദിവസം അയച്ചിരുന്നെങ്കിൽ പോർട്ടലിൽ കാണുമല്ലോ. പോർട്ടലിൽ കള്ളം പറയില്ലല്ലോ. ആ പോർട്ടലിലെ പരാതി വന്നാൽ ആ സമയം അവിടെ രജിസ്റ്റർ ചെയ്യും. അപ്പൊ പോർട്ടലിലില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് പ്രശാന്ത് പരാതി അയക്കുന്നു. എന്താ പരാതി? ഇദ്ദേഹം 1 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു, ഞാൻ പൈസ കുറച്ചു കൊടുത്തു. ഇവിടെയാണ് അടുത്ത പ്രധാന ചോദ്യം വരുന്നത്. ഈ പ്രശാന്തിന്, ഒരു താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്തിന് ഇത്രയും വലിയ പെട്രോൾ പമ്പ് നടത്താൻ എവിടെ നിന്നാണ് പൈസ? എവിടുന്നാ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുണ്ടോ? പറയട്ടെ. അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയാണോ? പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടോ? വന്നിട്ടില്ല, അതിന് കണക്കില്ല. പക്ഷേ ഇതിന് പെട്രോൾ പമ്പ് കിട്ടാൻ വേണ്ടി കൊടുത്ത അപേക്ഷയിൽ കൃത്യമായൊരു കാര്യം പറയുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫേം അതിന്റെ ഡോക്യുമെന്റ്സ് ഇതിന്റെ കൂടെ വയ്ക്കുന്നു. അത്ഭുതകരം എന്ന് പറയട്ടെ, പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഡോക്യുമെന്റ് കാണാനില്ല. ഇപ്പോ ഇത്രയും കാലം പോലീസ് അന്വേഷിച്ചല്ലോ, ഡോക്യുമെന്റ് കാണാനില്ല. ആ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അറിയാം ആരൊക്കെ ഇതിൽ പാർട്ട്ണർ ഉണ്ടെന്ന്. പാർട്ടിയുടെ ആളുകളുണ്ടോ? അതുകൊണ്ടാണ് ഈ സംശയം. പാർട്ടിക്ക് ഇങ്ങനത്തെ തരികിട ബിസിനസ്സുകളൊക്കെ ഉണ്ടേ. അപ്പൊ ഇതിൽ ആരാണ് പ്രശാന്തിനെ ബിനാമിയായി വെച്ച ആൾ ആരാണ്? അതറിയണ്ടേ? അപ്പൊ ആ പാർട്ണർഷിപ്പ് ഡീവിഡ് എവിടെ? അതുപോലെ ഇദ്ദേഹം നടത്തിയ നിരവധി ഫോൺ കോളുകളുണ്ട്. ദിവ്യയുടെ ഫോൺ പിടിച്ചെടുത്തിട്ടില്ല, പ്രശാന്തിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടില്ല. ഈ ഫോണിൽ എന്തൊക്കെ കോളുകൾ, ആരൊക്കെ വിളിച്ചു? ദിവ്യ വിളിച്ചു? ആരെ വിളിച്ചു? ദിവ്യ പറയുന്നത് ഞാൻ മാത്രം പ്രതിയായി പോയിന്ന. സിനിമയിൽ ഹരിശ്രീ അശോകൻ ചോദിക്കണോ ഞാൻ മാത്രമാണോ നിരപരാധി എന്ന് വെച്ചാൽ അപരാധി അവർ മാത്രമാണോ? ആണോ? അവർക്ക് എന്താ താല്പര്യത്തില് ഇങ്ങനെയും താല്പര്യം വന്നത്? അപ്പൊ ഈ അർത്ഥത്തിൽ ഒരു രീതിയിലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ ദുരൂഹമായ ഒരു സാഹചര്യം രൂപപ്പെടുകയും ഒരാൾ കൊല്ലപ്പെടുകയും, വളരെ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും അത് ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കുകയും അതിന്റെ പോസ്റ്റ്മോർട്ടം പോലും ഇല്ലാതാവുകയും ഫോൺ ഡോക്കായിട്ട് എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇതിൽ കുടുംബത്തിന് സംശയമുണ്ട്. കുടുംബം CBI അന്വേഷണത്തിന് വേണ്ടി കോടതിയിൽ പോയി. ഇപ്പോ സർവജ്ഞനായ ഒരു കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, പറഞ്ഞത് മുഴുവൻ മണ്ടത്തരായിട്ടുള്ള അദ്ദേഹം ഇപ്പൊ പറയുന്നത് സുപ്രീം കോടതിയേക്കാൾ വലുതാണോ സംസ്ഥാന സർക്കാർ? അല്ല സർ, അല്ല സഖാവേ. പക്ഷെ പ്രശ്നമുണ്ട്. കോടതിയിൽ പോയപ്പോൾ കേരള സർക്കാർ എന്താ പറഞ്ഞത്? അന്വേഷണം ഗംഭീരമായി നടക്കുന്നു, ഒരു പ്രശ്നവുമില്ല. അന്വേഷണം ഗംഭീരമായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കോടതി കൂടുതൽ ഇടപെടൊന്നുമില്ല. ശരി, CBI അന്വേഷണം വേണ്ട. പക്ഷെ ഇപ്പോൾ സംസ്ഥാന സർക്കാരാണ് CBIക്ക് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി CBI അന്വേഷണത്തിന്റെ ധാർമ്മികതയെ പറ്റി സഖാവ് പിണറായി വിജയൻ നമ്മളൊക്കെ ക്ലാസ് എടുക്കാൻ വരണ്ട. അധിക കാലമൊന്നും ആയിട്ടില്ല. എന്റെ ഓർമ്മ 2017-18 പറ്റിയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും.
കേരളത്തിൽ. എനിക്ക് തോന്നുന്നു മലപ്പുറവും വേങ്ങര എവിടെയൊക്കെയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ രസകരമായൊരു കാര്യം സംഭവിക്കുന്നു. രാവിലെ പിണറായി വിജയൻ പത്രസമ്മേളനം വിളിക്കുന്നു. എന്നിട്ട് സോളാർ കേസ് CBIക്ക് വിടുന്നു. എന്ത് സാഹചര്യം? സോളാർ കേസിന്റെ മുഴുവൻ അന്വേഷണവും അവിടെ പരാജയപ്പെടുക കഴിഞ്ഞു. കമ്മീഷൻ വച്ചു, എല്ലാം കഴിഞ്ഞു. ഇവിടെ വിജിലൻസ് അന്വേഷിച്ചു, ഒരാളെയും പ്രതി ചേർത്തില്ല, ഒരു പ്രതിയും കിട്ടിയില്ല. സോളാർ ഭരണപക്ഷത്തിന്റെ എതിരെയുള്ള കേസായിരുന്നില്ലല്ലോ, പ്രതിപക്ഷത്തിനെതിരെയുള്ള കേസല്ലേ. അപ്പൊ ഏറ്റവും നന്നായി അന്വേഷിക്കാരാ? പോലീസ് അന്വേഷിക്കുമല്ലോ. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന് പറയാൻ പറ്റില്ലല്ലോ. വിജിലൻസ് അന്വേഷിക്കാമായിരുന്നല്ലോ. ഇതൊക്കെ അന്വേഷിച്ച് വെറുതെ വിട്ടു. എന്നിട്ട് അതിലെ കൂട്ടുപ്രതിയായ സരിതയോട് ഒരു അപേക്ഷ എഴുതി വാങ്ങിക്കുന്നു, അരപ്പായ കടലാസിൽ. ഇത് CBI അന്വേഷിക്കണം. ഓ, സരിത ആവശ്യപ്പെട്ടു CBI അന്വേഷിക്കണമെന്ന്. ഉടൻ തന്നെ CBI അന്വേഷിക്കണം. ഷുഹൈബ് വധവ കേസ് മുതൽ TP കേസ് അടക്കം ഒരു കേസിലും CBI അന്വേഷണത്തിന് അനുവദിക്കാതെ സർക്കാരിന്റെ വലിയ തോതിലുള്ള പൈസ കൊടുത്ത് വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്നു, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട്. എന്തിനാ? അവരുടെ CBI അന്വേഷണം തടയാൻ. അപ്പൊ ഇതാ സോളാറിൽ CBI അന്വേഷണം നടത്താൻ കാൽപ്പായ കടലാസിലുള്ളൂ. സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇത്രേ ഓർത്താ മതി. ഇതിപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ്. മാത്രമല്ല, ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് കണ്ണൂരിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കൂടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. പാർട്ടിയിലെ ഉറച്ച സഖാക്കളാണ് മിക്കവാറും മണ്ഡലങ്ങളിൽ പാർട്ടിക്കെതിരായി വോട്ട് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും, ധർമ്മടത്തടക്കം, കല്യാശ്ശേരി അടക്കം, മട്ടന്നൂർ അടക്കം, കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരടക്കം അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഉണ്ടായി. അതിനൊരു കാരണം ഇതുകൂടിയാവാം. TK ഗോവിന്ദൻ പിന്നീട് വെളിപ്പെടുത്തിയതുപോലെ ദിവ്യ മാത്രം ഒഴിവാക്കിയത് യഥാർത്ഥത്തിൽ ശ്യാമളയ്ക്ക് മത്സരിക്കാനാണ് എന്നും കൂടി വരുന്നു. ദിവ്യ മത്സരിക്കുന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു, കല്യാശ്ശേരിയോ തളിപ്പറമ്പോ ഒക്കെ. അപ്പൊ ദിവ്യ ഒഴിവാക്കി. ഇതിനു മുമ്പ് നമ്മൾ പല കാര്യങ്ങളിലും പറഞ്ഞതുപോലെ ശ്യാമളയ്ക്ക് വേദി ഒരുക്കാൻ വേണ്ടി നടത്തിയ കളികൾ, എന്നാൽ വലിയ തോതിൽ പണം മുടക്കി പ്രശാന്തിനെ ബിനാമിയാക്കി നിർത്തിയ കളികൾ, ഇതെല്ലാം പുറത്തു വരുമോ എന്ന സംശയം പിണറായി വിജയനും CPM-നും ഉണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണ്ടെന്ന് പറയുന്നത്. ഞാൻ CBI അന്വേഷണത്തിന്റെ ഒരു ആരാധകനല്ല. CBI അന്വേഷിച്ച എല്ലാ കേസുകളും തെളിയിച്ചിട്ടില്ല, പലതും മുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അന്വേഷിക്കാൻ CBI അല്ലാതെ വേറൊരു ഏജൻസി ഇല്ല. അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ പിണറായി വിജയനും CPM-നും അല്പം ഭയമുണ്ടാവും. അതുണ്ടാവുന്നത് നല്ലതുമാണ്.